അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ക്ലാവിസ് HDO ഈ മോഡലിൽ ജോൺസൺ സാറ് വണ്ടിയാണ്. ഈ മോഡലിൽ ബ്ലൂ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന ആക്സറീസ് ആണ് പറയാൻ പോകുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ സെൻട്രൽ ലാമ്പ് മോൾഡിങ് ഉണ്ടാ, ഡാർക്ക് ക്രോം പ്രീസ് ആണ് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ലാമ്പ് മോൾഡിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് സ്കിഡ് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സൈഡ് വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈഡ് വ്യൂവിൽ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഡ് ഫ്ലാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ മഡ് ഫ്ലാപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡോർ എഡ്ജ് ഗാർഡ്സ് ചെയ്തിട്ടുണ്ട്. 4 ഡോറിലും ഡോർ എഡ്ജ് ഗാർഡ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറിന് പ്രത്യേകം താല്പര്യമായിരുന്നു റൂഫ് റെയിൽ. നമുക്ക് HD ഓപ്ഷനിൽ നമുക്ക് റൂഫ് റെയിൽ വരില്ല, റൂഫ് റെയിൽ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. പിന്നെ നമുക്ക് നല്ല സ്റ്റൈലിൽ വീൽസാണ് വരുന്നത്. പിന്നെ നമുക്ക് റിയറിലേക്ക് പോയി കഴിഞ്ഞാൽ ടെയിൽ ലാമ്പിൻ്റെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഈ ടെയിൽ ലാമ്പിൻ്റെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ടെയിൽ ഗേറ്റിൻ്റെ ഡാർക്ക് ക്രോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ടെയിൽ ഗേറ്റിൻ്റെ തന്നെ റിയർ ടെയിൽ ഗേറ്റ് ബീഡിങ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ഡാർക്ക് ക്രോം തീമിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ റിയർ സ്കിഡ് ഗാർണിഷിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്തില്ല. പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ നമുക്ക് സൈഡ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരുന്നു. ഇൻറ്റീരിയറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ സിൽ ഗാർഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ 3D മാറ്റാണ് ചെയ്തിരിക്കുന്നത്. 3D മാറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം ഫുൾ ഫ്ലോർ മാറ്റ് ഇട്ടിട്ട് 3D മാറ്റ് ഇട്ടാണ് കുറച്ചും കൂടി ബെറ്റർ വരിക. 3D മാറ്റാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ഫ്ലോർ മാറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെളി കയറാൻ ചാൻസസ് കൂടുതലാണ്. 3D മാറ്റിന് ഏരിയ ഓഫ് കവറേജ് കുറവാണ്, പക്ഷേ എന്നാൽ അത് കൺവീനിയൻ്റ് ആണ്, യൂസർ കൺവീനിയൻ്റ് ആണ്, ഉപയോഗിക്കാൻ നല്ല എളുപ്പമാണ്. ഒരു എന്താ പറയുക, വട്ടോറം പോലെയൊക്കെ ഇരിക്കണം. കാരണം സിമ്പിളായിട്ട് മടക്കി നമുക്ക് എല്ലാ ഡസ്റ്റോ വെള്ളമോ ഒക്കെ കളയാൻ പറ്റും. പക്ഷേ ഫുൾ ഫ്ലോർ മാറ്റ് വേണം. വിനൈൽ മാറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം ഫുൾ ഫ്ലോർ മാറ്റെങ്കിലും ചെയ്യണം. അത് ചെയ്തിട്ട് 3D മാറ്റ് ഇടണമെങ്കിൽ സൂപ്പറാണ്. പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ഫ്രെയിം വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇതിൽ ആക്സറീസും ചെയ്തിട്ടില്ല. ലെതറേറ്റ് സീറ്റാണ് വരുന്നത്. പ്രത്യേകിച്ച് ഇതിൽ ആക്സറീസ് ചെയ്യാനായിട്ടൊന്നുമില്ല. സൈഡ് സ്റ്റെപ്പും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വൃത്തി ഉണ്ടായിരുന്നു. സാറിന് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ എന്തോ ക്യാഷിൻ്റെ പ്രോബ്ലം പറഞ്ഞാൽ അത് ഒഴിവായി. പിന്നെ നമുക്കിതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന സൈഡ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭംഗിയുണ്ടായിരുന്നു. ഒരു സെറാമിക് കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരുന്നു വണ്ടി. അപ്പോൾ അത്രയ്ക്കാണ് കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.